പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷ ഇതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ കേട്ടോ. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ മാറ്റം തരാൻ പറ്റും. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: ശക്തിയാലല്ല, സൈന്യത്താലല്ല, എൻ്റെ ആത്മാവിനാൽ തന്നെയാകുന്നു. ആമേൻ. ശക്തിക്ക് കഴിയാത്തത്, സൈന്യത്തിന് കഴിയാത്തത് പരിശുദ്ധാത്മാവിന് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ. ദൈവത്തിന്റെ വചനം വീണ്ടും പറയുന്നത്, ജയത്തിന് കുതിര വൃഥാവാകുന്നു. ആമേൻ. ദൈവം ഒരു വിഷയത്തിന്റെ മേൽ അത്ഭുതം ചെയ്യാൻ തീരുമാനിച്ചാൽ, ദൈവം ഒരു വിഷയത്തിന്റെ മേൽ ദൈവപ്രവൃത്തി അയക്കാൻ തീരുമാനിച്ചാൽ, ആരൊക്കെ എതിരെ നിന്നാലും ഒരുപക്ഷം നിന്നോട് കൂടെ നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ആരുമില്ലായിരിക്കാം, നിന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ആരുമില്ലായിരിക്കാം എന്നൊക്കെ ഭാരത്തോടുകൂടി എന്നെ കാണുന്നവരുടെ മേൽ ദൈവപ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുകയാണ്. ആമേൻ. ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോഴും ദൈവമാണ് നിന്നോട് കൂടെയുള്ളതെങ്കിൽ, ആമേൻ, ചിലരോട് കൂടെ ഈ സീസന്റെ മേൽ ദൈവം നിൽക്കും. ചിലരോട് കൂടെ ഈ സീസന്റെ മേൽ ദൈവം നിൽക്കും. ദൈവമാണ് നിങ്ങളോട് കൂടെയുള്ളതെങ്കിൽ ഒരു വ്യക്തിയും നിനക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ. ഗിദെയോനെ ദൈവം യുദ്ധം ചെയ്യുവാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോൾ അവൻ യുദ്ധം ചെയ്യുന്നത് അശൂർ സൈന്യത്തോടും മിദ്യാന്യ സൈന്യത്തോടുമാണ്. ഏകദേശം 1,35,000 പേരാണ് എതിർപ്പാളയത്തിൽ ഗിദെയോനെതിരെ നിൽക്കുന്നത്. ദൈവം പറയുന്നത് 300 പേരെ കൊണ്ട് ഇതിനെതിരെ യുദ്ധം ചെയ്യണമെന്നാണ്. സാധ്യമാകുന്ന ഒരു ടാസ്ക് ആണ് ഗിദെയോന് ദൈവം നൽകി കൊടുക്കുന്നത്. പക്ഷേ ദൈവം പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ നിൽക്കുമെന്നാണ്. ആരോടൊക്കെയോ ദൈവാത്മാവ് ഈ പ്രവചനദൂതിലൂടെ, ഈ വിടുതലിൻ ശുശ്രൂഷകളിലൂടെ സംസാരിക്കുന്നു. നിന്നോട് കൂടെ ദൈവം നിൽക്കും, നിന്നോട് കൂടെ ദൈവം നിൽക്കും. ആമേൻ പറഞ്ഞുകൊണ്ട് ആ വേർഡിനെ സ്വീകരിച്ചാട്ടെ. ദൈവം നിന്നോട് കൂടെ നിൽക്കുവാണെങ്കിൽ നീ മേജറായ വിജയങ്ങൾ കൈവരിക്കുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ. ദൈവം എനിക്ക് നൽകി തന്ന ഒരു ശക്തമേറിയ ദൈവിക ദൂതുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം എനിക്ക് ഇന്ന് നൽകി തന്ന ദൂത് പ്രകാരമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുമ്പോഴും, ആമേൻ, എത്ര വലിയ പ്രയാസത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴും, അസാധ്യമാണ് നിന്റെ മുമ്പിൽ കാണുന്നതെങ്കിലും അതിന്റെ മുമ്പിൽ ഭയപ്പെടാതെ, സാഹചര്യത്തെ നോക്കാതെ, നിന്റെ ഭാവിയെ നോക്കി വിശ്വാസത്തോടുകൂടി പറഞ്ഞ കാര്യം നിന്റെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കും. പറഞ്ഞ കാര്യം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കും. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിൽ ഞങ്ങൾ ഒരുമിച്ച് വലിയ ദാഹത്തോടെ, വലിയ ആഗ്രഹത്തോടെ, വലിയ പ്രതീക്ഷയോടുകൂടി ഈ ജനത്തെ ഒരുമിച്ച് കൂട്ടിവരുത്തിയതിനാൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ എന്നെ കാണുന്ന ഇവരുടെ ജീവിതത്തിന്റെ മേൽ വലിയ ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. വലിയ മാറ്റം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്റെ ശുശ്രൂഷകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്താൽ സംഭവിക്കുന്ന ഈ ശുശ്രൂഷകൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ അത്ഭുത സൗഖ്യത്തെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ആമേൻ. രോഗമുള്ളവരൊക്കെ ഇപ്പോൾ പ്രാർത്ഥിച്ചോ. യേശുവിന് കഴിയാത്ത ഒന്നുമില്ല. ഒറ്റപ്പെടലിന്റെ നടുവിൽ എന്നെ കാണുന്നവരുണ്ട്. ആമേൻ. സ്വന്തം ഭവനത്തിൽ പോലും നിനക്കൊരു വിലയില്ല, നിന്റെ വാക്കിനൊരു വിലയില്ലാതെ എന്നെ കാണുന്നവരുടെ മേൽ ദൈവകരം ചലിക്കുകയാണ്. ദൈവകരം ചലിക്കുകയാണ്. ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ജനത്തിന്റെ മേൽ വലിയ സൗഖ്യങ്ങൾ സംഭവിക്കുന്നതിനായി അങ്ങക്ക് നന്ദി പറയുകയാണ്. ലോ രാമ ശംഡൽ പ്രഭാലകടകസി. ആ ബിസിനസ് തകർന്ന് ഇനി മരണം മാത്രമാണ് എന്റെ മുമ്പിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്നവരുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അപരാജയത്തിൽ നിന്നുകൊണ്ട് ദൈവം നിന്നെ കരം പിടിച്ച് നടത്തുന്നൊരു സീസണിലേക്ക് ദൈവം നയിക്കുകയാണ്. യേശുവൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ. ആമേൻ. ആമേൻ.
ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പെട്ടെന്ന് പ്രാർത്ഥനയോടുകൂടി കടന്നു വരികയാണ്. അതിനാധാരമായി സദൃശവാക്യം 18 അധ്യായം അതിന്റെ 21 വാക്യം. സദൃശവാക്യം 18 അധ്യായം 21 വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. വീണ്ടും ഞാൻ ആ പദം ഒന്നുകൂടി പറയുകയാണ്. മരണവും ജീവനും, ഡെത്ത് ആൻഡ് ലൈഫ്, അത് എവിടെയാണ് ആയിരിക്കുന്നതെന്ന് അറിയാമോ? നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം തിന്നും, ഫലം അനുഭവിക്കും. അത്താൽ നീ മരണം പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ മരണം സംഭവിക്കും. നീ ജീവൻ പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന്മേൽ ജീവൻ സംഭവിക്കും. ഇന്ന് ദൈവാത്മാവ്, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരുന്നപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതിന് വേണ്ടി എന്നെ ഏൽപ്പിച്ച ദൈവവചനമാണത്. അവൻ ആ വചനത്തിലേക്ക് ഞാൻ കടന്നു വരുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദൈവം അനുവദിക്കുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് ഈ ചാനലിലൂടെ ശക്തമേറിയ വിടുതലിൻ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. അനേകർക്കൊരു അനുഗ്രഹമായി തീർന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ മേലും അനുഗ്രഹത്തിന് കാരണമാക്കുവാൻ എന്റെ ദൈവത്തിന് പറ്റും. ആമേൻ. ഇതുവരെ ഈ ചാനൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ദയവായി ഫോളോ ചെയ്തോ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തി വന്ന ലൈവ് ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിൽ കുറച്ച് തിരക്കായ കാരണത്താൽ കുറച്ച് നാളുകളിലേക്ക് ഉണ്ടായിരിക്കുന്നില്ല. എന്നാൽ വൈകിട്ട് നടക്കുന്ന 7 മണിക്ക് നടക്കുന്ന ശുശ്രൂഷകൾ റെഗുലറായിട്ട് തന്നെ നമുക്ക് ഉണ്ടായിരിക്കും. ആമേൻ. ഇത് ഒരു കവിതയല്ല നമ്മൾ ഇവിടെ വായിച്ചത്. ആമേൻ. ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അത് എന്തു പറയുന്നു നീ അനുഭവിക്കുമെന്ന് പറയുന്നത് അതൊരു കവിതയല്ല, അതിനേക്കാൾ ഉപരിയായത് ആത്മീയ നിയമമാണ്. ആമേൻ. അതൊരു ആത്മീയ നിയമമാണ്. ആരാ നിയമത്തെ അനുസരിക്കുമോ, ആര് ആ നിയമത്തിൽ അബൈഡ് ചെയ്യുമോ, വസിക്കുമോ, അവർ ആ വചനത്തിന്റെ ശക്തി കാണുവാനിടയായിത്തീരും. ഇന്ന് ഈ ശുശ്രൂഷകളിലേക്ക്, ഈ വചനത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ജീവിതത്തിൽ നെഗറ്റീവ് പറയരുത്. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു ജീവനും മരണവും നാവിന്റെ അധികാരത്തിലാണ്. അർത്ഥാൽ നീ എന്തു പറയുന്നോ അത് നിന്റെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കും. അതുകൊണ്ട് എത്ര വലിയ പ്രതിസന്ധികളിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോഴും, എത്ര വലിയ പ്രയാസങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോഴും മരണം പറയരുത്, നെഗറ്റീവ് പറയരുത്, അസാധ്യം പറയരുത്. അതിന്റെ നടുവിൽ നിന്നോട് കൂടെയുള്ളത് ആരാണെന്ന് നീ ഒന്ന് നോക്കുക. എനിക്കിത് പറയുമ്പോൾ ഈ ഏലീശക്കെതിരെ അരാം സൈന്യം കടന്നു വരുമ്പോൾ ഗേഹസി പറയുന്നത് നമ്മൾക്കെതിരായി നിൽക്കുന്ന സൈന്യത്തെ പ്രവാചകനായിരിക്കുന്ന ഏലീശയെ നീ കാണുന്നില്ലേ? ഏലീശ പറയുന്ന ഒരു പദമുണ്ട്, നമ്മളോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളതിനേക്കാൾ വലിയതാകുന്നു. കണ്ണു തുറക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഗേഹസിക്ക് കാര്യം മനസ്സിലായി. ഇന്ന് പകൽക്കാലമോ രാത്രിയോ ഏത് സമയത്താണോ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത്, എപ്പോഴും നിങ്ങൾ ഓർക്കുക, ഈ നിയമം നിന്നോട് കൂടെയുള്ളത് മനുഷ്യനല്ല, നിന്നോട് കൂടെയുള്ളത് ദൈവമാണ്. മനുഷ്യനാണ് മോശയോട് കൂടെ ഇരുന്നതെങ്കിൽ മോശ ഒരിക്കലും സക്സസ്ഫുൾ ആകയില്ലായിരുന്നു. അതെ, ഒരു വടി കൊണ്ടല്ലേ ഫറവോന്റെ രാജകൊട്ടാരത്തിലേക്ക് ദൈവം അയച്ചത്? ഞാൻ വീണ്ടും പറയുന്നു, ഒരു വടി കൊണ്ടല്ലേ ഫറവോന്റെ രാജകൊട്ടാരത്തിലേക്ക് ദൈവം അയച്ചത്? അവസാനം എന്ത് സംഭവിച്ചു? ഫറവോൻ, ആ കാലഘട്ടത്തിലെ സുപ്രീം പവറിന്റെ ഹെഡ് എന്നറിയപ്പെടുന്ന ഫറവോൻ, ആരുടെ മുമ്പിൽ തലകുലിക്കുവാനിടയായി തീർന്നു? വിഘ്നായ വെറും വടി കൊണ്ട് നടക്കുന്ന മോശയുടെ മുമ്പിൽ തലകുനിക്കുവാനിടയായി തീർന്നു. ഇന്ന് ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവി വിടുതലിൻ ശുശ്രൂഷകളിൽ സംസാരിക്കുകയാണ്. ഈ സീസണിൽ നീ ദൈവത്തോടുകൂടി ചലിച്ചാൽ, ദൈവത്തോടുകൂടി നടന്നാൽ സാഹചര്യം നിന്റെ മുമ്പിൽ തലകുനിക്കും, നീ വിജയിക്കുവാനിടയായിത്തീരും. അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ.
ഞാൻ ദൈവത്തോടു കൂടെയാണ് നടക്കുന്നത്. എൻ്റെ മുൻപിൽ എല്ലാ സാഹചര്യങ്ങളും ഈ സീസണിൽ തലകുനിക്കും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, മനസ്സിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത് തന്നെ സംഭവിക്കട്ടെ, അത് തന്നെ സംഭവിക്കട്ടെ, അത് തന്നെ സംഭവിക്കട്ടെ. സംഭവിക്കും യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനൊരു പ്രത്യേകത നൽകി. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം മനുഷ്യനൊരു പ്രത്യേകത നൽകി. കാരണം നമ്മളുടെ ദൈവത്തിനൊരു പ്രത്യേകത, അവൻ സംസാരിക്കുന്ന ദൈവമാണ്. ആമേൻ. ദൈവത്തിന്റെ പ്രത്യേകത ഇതായിരിക്കണം, വാ കൊണ്ട് സംസാരിക്കുകയും നിന്റെ ആവശ്യങ്ങൾ നിന്നോട് നീ പറയുന്നത് കേൾക്കുന്നവനായിരിക്കണം ദൈവം. അവൻ സംസാരിക്കുന്ന ദൈവമാണ്. അതുപോലെ തന്നെ തന്റെ സ്വരൂപത്തിൽ തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യന് ദൈവം ഒരു വരം നൽകി കൊടുത്തു. അവൻ സംസാരിക്കുവാനിടയായി തീർന്നു. നിങ്ങൾ നോക്കുക, ദൈവം ഉണ്ടാക്കിയ മൃഗങ്ങളും പക്ഷികളും ഇവരെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന് മാത്രമാണ് കാര്യത്തിന്റെ ഗൗരവമനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ദൈവത്തെ പോലെ തന്നെ മനുഷ്യനെ സംസാരിക്കുവാനുള്ള എബിലിറ്റി ദൈവം നൽകി കൊടുത്തു. ആമേൻ. ആ എബിലിറ്റി നിന്റെ കയ്യിലുള്ളിടത്തോളം അതൊരു വെപ്പണാണ്. സംസാരിക്കുക എന്ന് പറയുന്ന ആത്മമണ്ഡലത്തിൽ നിന്ന് ഒരു കാര്യം സംസാരിച്ചാൽ അത് തന്നെ നിന്റെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കും. ആമേൻ. നിങ്ങൾ നോക്കുക, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണ്, പ്രൈസ് ദി ലോർഡ്, ഈ പാഴും ശൂന്യമായിരിക്കുന്ന ഇരുളായിരിക്കുന്ന ഈ ഭൂമിയെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ദൈവം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ. അവൻ കണ്ട ഇരുട്ടിനെയല്ല ഏറ്റു പറഞ്ഞത്. പദം ശ്രദ്ധിക്കുക, തന്റെ മുൻപിൽ, ദൈവത്തിന്റെ മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുന്നത് ഇരുളായിരുന്നു, അന്ധകാരമായിരുന്നു, ഷേപ്പ്ലെസ് ആയിരുന്നു. എന്നാൽ അതിന്റെ നടുവിൽ ദൈവം പറഞ്ഞത് ഇരുളിനെയല്ല പറഞ്ഞത്, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പ്രഖ്യാപിച്ചു. അത് വെളിച്ചമുണ്ടായി. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം പറയുന്നത് ജീവനും മരണവും നിന്റെയും എന്റെയും നാവിലാണായിരിക്കുന്നത്. ഒരു പക്ഷേ സഹോദര സഹോദരി, നിങ്ങളായിരിക്കുന്നത് ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി. എനിക്കറിയാം, അങ്ങനെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇരുട്ട്, അന്ധകാരം, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം. ആമേൻ. സാമ്പത്തികം തകർന്നു, ബന്ധങ്ങൾ തകർന്നു. പ്രിയരോ, ആരും നിനക്ക് അനുകൂലമെന്ന് പറയാനില്ല. ഇതിന്റെ നടുവിൽ നിന്റെ സാഹചര്യത്തെ നീ ഏറ്റുപറയുകയല്ല വേണ്ടത്. അതിന്റെ നടുവിൽ എനിക്ക് ദൈവമുണ്ട്, എന്റെ കാര്യം ദൈവം നോക്കിക്കൊള്ളുമെന്ന് ഉറപ്പോടും ബലത്തോടും നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ സാഹചര്യം മാറിയിരിക്കും. ചിലരുടെ സാഹചര്യം ഈ സീസണിൽ യേശുവിന്റെ നാമത്തിൽ മാറുകയാണ്. ആ രോഗം യേശുവിന്റെ നാമത്തിൽ മാറുകയാണ്. പൗലോസും സീലാസും കാരാഗ്രഹത്തിലേക്ക് കടന്നു പോകുമ്പോൾ കാരാഗ്രഹത്തെ കണ്ടുകൊണ്ടവൻ ഭയപ്പെടുകയല്ല ചെയ്തത്. ഇത് പറയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂം മീറ്റിംഗിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ 2 മിനിറ്റ് താഴെയുള്ള ശബ്ദമേറിയൊരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം കൂടി അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതെ, നിങ്ങൾ നോക്കുക, പൗലോസും ശീലാസും ആമേൻ കൈകാലുകൾ ആമത്താൽ ബന്ധിക്കപ്പെട്ട് കടക്കുമ്പോൾ സാഹചര്യത്തെ നോക്കിക്കൊണ്ട് വിലപിച്ചിരിക്കുകയല്ല ചെയ്തത്. അതിനെതിരായി അവൻ പാടി ആരാധിച്ചു. സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? അവരെ കൊല്ലുമെന്ന് പറഞ്ഞ, അവരെ കാരാഗ്രഹത്തിൽ തീർക്കുമെന്ന് പറഞ്ഞ ആ പ്രതിസന്ധി അവരുടെ മുമ്പിൽ എന്നേക്കുമായി അഴിഞ്ഞു മാറി. ഇന്ന് ഞാൻ ചിലരെ നോക്കി പ്രവചിച്ചു പറയുകയാണ്, നിന്നെ കൊല്ലുവാനും നിന്നെ തീർക്കുവാനും നിന്നെ ഇല്ലായ്മ ചെയ്യുവാനും വേണ്ടി കടന്നു വന്ന ആ കൊടുങ്കാറ്റുകൾ, ആ തിരമാലകൾ യേശുവിന്റെ നാമത്തിൽ ഇന്നുകൊണ്ട് അടങ്ങുകയാണ്. സംഭവിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്
സംഭവിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ, സംഭവിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ. അത് അക്ഷരികമായി സംഭവിക്കും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ 12 സംവത്സരം രക്തസ്രാവം പിടിച്ച സ്ത്രീയെ പറ്റി ഞാൻ പറയുവാനിടയായിട്ടുണ്ട്. നിയമം അവളോട് പറഞ്ഞത് അവൾ അശുദ്ധയെന്ന്. നമുക്കറിയാം, ലേവ്യ പുസ്തകം വായിച്ചു വരുമ്പോൾ നിയമം പറയുന്നത് രക്തസ്രാവമുള്ള സ്ത്രീ ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ വരരുത്, അവൾ അശുദ്ധ എന്നാണ്. നിയമം അവളോട് പറഞ്ഞത് അവൾ അശുദ്ധ എന്നാണ്. 2, സമൂഹം അവളോട് പറഞ്ഞത് നീ പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്, നിനക്ക് സമൂഹത്തിന്റെ നടുവിൽ നിൽക്കാൻ പറ്റില്ല, ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിനക്ക് നിൽക്കാൻ പറ്റില്ല, നീ പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. അവളുടെ ശരീരം അവളോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? എല്ലാം അസാധ്യം. ദൈവത്തിന്റെ വചനം പറയുന്ന 12 സംവത്സരമായി ഏറിയൊന്ന് വൈദ്യന്മാർക്ക് കൊടുത്ത്, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുടിഞ്ഞുപോയ ഒരു സഹോദരി. ആരൊക്കെയോ എന്റെ ശബ്ദം കേൾക്കുന്ന ഇങ്ങനെ പറയുന്ന വ്യക്തികളുണ്ട്. എല്ലാം നശിച്ചു, എല്ലാം തീർന്നു. സമൂഹത്തിന്റെ നടുവിൽ പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്, പുറത്താക്കപ്പെട്ട സഹോദരിയാണ്, സഹോദരനാണ്. എന്റെ സാഹചര്യം ഇന്നെന്നോട് പറയുന്ന അസാധ്യമെന്നാണ്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ നിയമം അവളോട് പറഞ്ഞത് നീ അശുദ്ധ എന്നാണ്. സമൂഹം അവളോട് പറഞ്ഞത് നീ പുറത്താക്കപ്പെട്ടവൾ എന്നാണ്. 3, അവളുടെ ശരീരം അവളോട് പറഞ്ഞത് എല്ലാം അസാധ്യമെന്നാണ്. എന്നാൽ അവൾ തന്റെ ഭാവിയെ മാറ്റിമറച്ച ഒരു വാക്ക് പറഞ്ഞു. ഈ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയും വിഷയങ്ങൾ ഉള്ളപ്പോൾ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് അവൾ നെഗറ്റീവ് അല്ല പറഞ്ഞത്, മരണമല്ല പറഞ്ഞത്. ഇവത്തിന്റെ വചനം പറയുന്നത് ഇവൾ മരിക്കാനുള്ളത്, സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അവളുടെ രോഗത്തിന്റെ ഘടന നോക്കിക്കഴിഞ്ഞാൽ മരിക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അത് എന്തു പറയുന്നു അതിനെ ഫലനിധിനും. എന്നാൽ ഇതിന്റെ നടുവിൽ അവൾ പറവാനിടയായിത്തുന്നു, അവന്റെ വസ്ത്രമെങ്കിലും, ആരുടെ? യേശുവിന്റെ വസ്ത്രമെങ്കിലും ഞാൻ ഒന്ന് തൊട്ടാൽ മതി. ഇതാണ് അവളോട് പറഞ്ഞത്. അവൾ മരണം പറഞ്ഞു ഇല്ല, ഇവൾ സമൂഹത്തെ നോക്കിയോ ഇല്ല, ഇവളുടെ സാഹചര്യത്തെ നോക്കിയോ ഇല്ല. ഇതിന്റെ നടുവിൽ ഇവളോട് തന്നെ പറയുകയാണ്, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും ഒന്ന് തൊട്ടാ മതി. ഇതിനെ ഞാൻ പറയും വിശ്വാസമെന്ന്, ഇതിനെ ഞാൻ പറയും വിശ്വാസത്തിന്റെ പ്രഖ്യാപനമെന്ന്. ഇന്ന് പകൽക്കാലം എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെ മേലും ആ വിശ്വാസത്തിന്റെ പുതപ്പ് വീഴട്ടെ. വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നീ സംസാരിച്ചു തുടങ്ങുക. അവൾ യേശുവിനെ തൊടുന്നതിന് മുമ്പ് അവൾ സംസാരിച്ചു. അത്ഭുതം സംഭവിക്കുന്നതിന് മുമ്പ് അവൾ ഏറ്റു പറഞ്ഞു. അത് പവർഫുൾ ആണ്. സൗഖ്യം ശരീരത്തിൽ വരുന്നതിന് മുമ്പ് അത് അവളുടെ വായിൽ നിന്ന് പുറത്തു വന്നു. സാഹചര്യം എല്ലാം എതിരാണ്. യേശുവിന്റെ അടുക്കലേക്ക് കടന്നു പോയിട്ടില്ല, യേശുവിനെ തൊട്ടിട്ടില്ല. അപ്പോഴാണ് അവർ പറയുന്നത്, അവനെ ഒന്ന് തൊട്ടാൽ എന്റെ ജീവിതത്തിന് ഒരു സൗഖ്യം സംഭവിക്കും. പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, സൗഖ്യം ശരീരത്തിൽ വരുന്നതിന് മുമ്പ് അവൾ ഏറ്റുപറവാനിടയായിട്ടുണ്ട്. വിശ്വാസം ഹൃദയത്തിൽ ജനിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ ഏറ്റുപറച്ചതിൽ അതിന് ദിശ നൽകുവാനിടയായി തീർന്നു. ഏറ്റുപറച്ചതിന്റെ ഏറ്റവും വലിയ രഹസ്യമാണത്. വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നെഗറ്റീവ് അല്ല പറയേണ്ടത്. വിഷയങ്ങൾ കടന്നു വരുമ്പോൾ പരാജയമല്ല പറയേണ്ടത്. വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അതിന്റെ നടുവിൽ നിന്റെ വിശ്വാസത്തെ നീ പ്രഖ്യാപിക്കണം. പറ്റുമോ? നിങ്ങളോടുള്ള ചോദ്യമാണ്, പറ്റുമോ? പറ്റുമെങ്കിൽ ആ റൂമിലോ എവിടെയായിരുന്നു നിങ്ങൾ ഉറക്കനെ പറഞ്ഞ പറ്റും. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് തുടക്കത്തിൽ പറഞ്ഞ പോലെ മോശ മുമ്പിൽ ചെങ്കടലിരിക്കുമ്പോൾ ചെങ്കടലാണ്, പുറകിൽ ഫറവോന്റെ സൈന്യമാണ്, 2 ഭാഗത്തും വലിയ മലകളാണ്. ഇതിന്റെ നടുവിൽ ദൈവം പറയുന്നത് എന്താണെന്ന് അറിയാം? നീ മിണ്ടാതിരുന്നോ, ഞാൻ ചെയ്യാൻ വേണ്ടി പോകയാ. ഹല്ലേലൂയ. ചില സമയത്ത് വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നിന്റെ ദൈവത്തെ നീ അനുവദിക്കണം. സഹോദരി നിന്നോടാ ദൂത് പറയുന്നത്, ദൈവത്തെ നീ അനുവദിക്കണം.
ദൈവത്തെ നീ അനുവദിക്കണം. അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വലിയ ദൈവപ്രവൃത്തിയായിരിക്കും. ആമേൻ. ദാവീദിന്റെ യുദ്ധം തന്നെ നിങ്ങൾ നോക്കുക. ഗോലിയാത്ത് 40 ദിവസം ഇസ്രായേലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവൻ വലിയവനാണ്, ഇവൻ ജയന്റാണ്. ഹല്ലേലൂയ. എന്നാൽ ദാവീദ് ഇപ്പോൾ വന്നപ്പോൾ ദാവീദ് അവൻ പറയുന്നത് എന്താണെന്ന് അറിയുമോ? ഇന്ന് യഹോവ നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് സംസാരിച്ചാ തുടങ്ങിയത്. ആമേൻ. ആത്മീയ ലോകത്ത് പലപ്പോഴും പ്രഖ്യാപനം യുദ്ധത്തിന് മുമ്പ് വരുന്നതാണ്. നിനക്ക് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്താൻ പറ്റുമെങ്കിൽ, വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല, ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കണം. അവൻ ദൈവമായിട്ട് ബന്ധം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പല കാര്യങ്ങൾ പറയാം. യെഹെസ്കേല് ഈ അസ്ഥി താഴ്വരയിലേക്ക് കടന്നു പോകുമ്പോൾ അവൻ ആദ്യം പ്രവചിക്കാനാ പറയുന്നത്. നിന്റെ നാവിൽ നിന്ന് വല്ലതും വന്നാലല്ലേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിനക്ക് ഈ സീസണിന്റെ മേൽ പറയാൻ പറ്റുമെങ്കിൽ നിന്റെ കൂടാരത്തിന്റെ മേൽ അത്ഭുതം നടക്കുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്, സംഭവിക്കുകയാണ്. 2026 ജൂൺ മാസം അങ്ങനെയുള്ള അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കിന്ന് മനസ്സിലായല്ലോ, വായിൽ നിന്ന് വരേണ്ടത് നെഗറ്റീവ് അല്ല, വായിൽ നിന്ന് വരേണ്ട പോസിറ്റീവാണ്, ദൈവവചനമാണ്. യോശുവോട് പറഞ്ഞു, നിന്റെ വായിൽ നിന്ന് എന്റെ വചനം വിട്ടുമാറരുത്. അവൻ കടന്നു പോകുന്ന എരിഹോ മതിൽ അവന്റെ മുമ്പിൽ താഴെ വീണത് വചനം കൽപ്പിച്ചത് കൊണ്ടാണ്. അവൻ നീ ഒരുപക്ഷെ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കും. രോഗത്തെ ഹൈലൈറ്റ് ചെയ്യില്ല വേണ്ടത്, അവന്റെ അടിപ്പിണരുകളാണ് നിങ്ങൾക്ക് ശ്രവിക്കാൻ പോകുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. സാമ്പത്തികമായ ബുദ്ധിമുട്ടിനെ ഹൈലൈറ്റ് ചെയ്യല്ല വേണ്ട, അതിന്റെ നടുവിൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകൾ അവന്റെ ധനത്തിനും മഹത്വത്തിനൊത്തവണ്ണം തീർത്തു തരും. വചനം പറയുക, വചനത്തിന് ശക്തിയുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട്. പാലക്കാട് നമ്മുടെ ഹോള് നമ്മൾ ആരാധന നടത്തുന്ന സ്ഥലം JB റോഡിലുള്ള ജോബീസ് മോൾ എന്നറിയപ്പെടുന്ന അമ്മാളുടെ 4ാം നിലയിലുള്ള സിൽവർ ഹാളിൽ വെച്ചിട്ടാണ് നമ്മുടെ ആരാധനകളും വിടുതൽ ശുശ്രൂഷകളും നടക്കുന്നത്. ആ മീറ്റിംഗിലേക്ക്, ആ മഹത്വകരമായ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആമേൻ. അതുപോലെ തന്നെ ഈ ശുശ്രൂഷകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണ്, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയുടെ വലിയൊരു ഭാഗം കൂടി നിങ്ങൾ അയച്ചിരിക്കുകയാണ്. കർത്താവ് ഈ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. ഇന്നു തൊട്ട് ഇവർ പറയുന്നത് നടക്കും. ഇവർ നടക്കുന്ന സ്ഥലത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും, മാറ്റങ്ങൾ സംഭവിക്കും. അതിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ വിളിച്ചു വരുത്തുകയാണ്. രോഗം മാറുന്നു, നിരാശ മാറുന്നു, ദൈവപ്രവൃത്തി നടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. നാളെ നമുക്ക് വേറൊരു മെസ്സേജുമായി കാണാം. God bless you all. God bless you.